പടക്കം പൊട്ടിക്കുക ഓടിക്കുക. അവരങ്ങ് മാറിക്കഴിയുമ്പോൾ രണ്ടാമത് വാഹനം വരും. ഇപ്പോഴും വിളിച്ചാലൊക്കെ വരും, പക്ഷെ അവർ വന്നിട്ട് കാര്യമില്ല. അവർ വന്നിട്ട് കുറച്ച് അകലെ നിന്നിട്ട് ഒരു പടക്കം പൊട്ടിക്കുക എന്നല്ലാണ്ട് ആനയ്ക്ക് ഉറുമ്പ് കടിക്കുന്ന പോലത്തെ വേദന ഉണ്ടാക്കുന്ന ഒരു ഇതുപോലും ചെയ്യില്ല അവർ. കാരണം അവർക്ക് ആനയ്ക്ക് വിഷമം ഉണ്ടാകരുന്നുള്ള രീതിയിലാണ് അവരുടെ നിയമങ്ങൾ. അപ്പോൾ സർക്കാർ പൊന്നും വിലയ്ക്ക് എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് കൃഷിക്കാരെ ആൾക്കാരെ എടുത്ത് റോഡിനും ഇതിനൊക്കെ എടുക്കുന്ന മാതിരി ഈ ഭൂമി ഏറ്റെടുത്തിട്ട് സർക്കാരിന് ഇങ്ങനെ മൃഗം വളർത്തണമെന്ന് മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തിട്ട് ഈ പകരം സ്ഥലം കൊടുത്ത് ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ ശരിക്കും വേലി കെട്ടുക. ഈ വേലി കെട്ടാത്തവൻ പിന്നെ ഈ മൃഗങ്ങളെ പോറ്റാൻ നിൽക്കാവോ? എന്തൊരു അനീതിയാണ് കാണിക്കുന്നത് ജനങ്ങളോട്. മൃഗത്തിന് ഒന്നും പറ്റരുതെന്നുള്ള രീതിയിലാണ് അപ്പം മനുഷ്യൻ ജീവിക്കണ്ടേ. പിന്നെ ഒരു കണക്കിന് കാടിൻ്റെ അരികിൽ ജീവിക്കുന്നവർ നികൃഷ്ട ജീവികളും, തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ദില്ലിയിലോ എറണാകുളത്തൊക്കെ താമസിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരെന്നോ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നോ ഒക്കെ കണക്കാക്കിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. മറ്റേ നമ്മളൊന്നും അവരുടെ സഹോദരങ്ങളാണെന്നുള്ളൊരു ചിന്ത അവർക്കില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ കാലമായി എത്ര ജനങ്ങൾ ഇത് കഷ്ടപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പറയൽ നിർത്തി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ആൾക്കാർ. എങ്ങനെ ജീവിച്ചു പോകുമോ എന്ന് ഇല്ലാണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആൾക്കാർ ഇങ്ങനെ കൃഷിയില്ല ഒന്നുമില്ലാതെ വരുമ്പോൾ ഇവർക്ക് വരുമാനമില്ലല്ലോ. അപ്പോൾ താനെ ഇല്ലാണ്ടാവും. ഇട്ടെറിഞ്ഞ് പോകാൻ അവസാനം ജീവൻ ഉള്ളവൻ പോവും, അല്ലാത്തവൻ ഇല്ലാണ്ടാവും. ഈ പടക്കം പൊട്ടി ദേഷ്യം വന്നിട്ട് ചിലത് തിരിച്ചു വരും. പടക്കം പൊട്ടിക്കാതെ തിന്നിട്ട് പോകുകയാണെങ്കിൽ പിന്നെ മനുഷ്യനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പ്രജയ്ക്ക് പോലും ബുദ്ധിമുട്ട് വരാതെ ഭരണം നിർവഹിക്കാനുള്ള കഴിവുള്ളവൻ മാത്രമാണ് ഭരണാധികാരി. അല്ലാണ്ട് ഈ ഒരു വിഭാഗക്കാരെ മാത്രം നോക്കുന്നവനൊന്നും ഒരു ഭരണാധികാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചെതലയം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ താത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടല്ല കുറേ കാലമായിട്ട് കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിലൊക്കെ നിരവധിയായിട്ട് കൃഷികളും കാര്യങ്ങളൊക്കെ കാട്ടാന ഇറങ്ങിക്കളഞ്ഞു എന്നും അതുപോലെ തന്നെ കാട്ടാനശല്യം ഈ പ്രദേശത്ത് ഭയങ്കര രൂക്ഷമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ പറമ്പൊന്ന് നേരിട്ട് കാണാനായിട്ട് പോകണം, എന്തെല്ലാം രീതിയിലാണ് കാട്ടാനകൾ അവിടെ കൃഷി നശിപ്പിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പോകണം. അതിൻ്റെ ഒരു ഭീകരത നമുക്ക് നേരിട്ട് കണ്ട് അറിയാം കേട്ടോ. ഏതായാലും നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാം. ഈ വീടിൻ്റെ പുറകിലൊക്കെ ആയിട്ടാണ് കാട്ടാന സ്ഥിരമായിട്ട് ഇറങ്ങി കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നേരിട്ട് നോക്കി കാണാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? യേശു. ഇതേ സ്ഥലം? ചെതലയത്ത് താത്തൂർ എന്ന് പറയുന്ന സ്ഥലം. താത്തൂർ. ഇവിടെ സ്ഥിരം ഇങ്ങനെ കാട്ടാന മിക്കവാറും ദിവസങ്ങളിൽ ആന വരലുണ്ട്, ഇറങ്ങുന്നുണ്ടല്ലേ? കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേ? കണ്ടമാനം കൃഷി നശിപ്പിച്ച് ജീവിക്കാൻ മാർഗ്ഗമില്ലാതെയുള്ള രീതിയിലാണ് ആൾക്കാർ എല്ലാവരും. ഒന്ന് പറമ്പൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ ഏതായാലും ഈ ചേട്ടൻ്റെ പറമ്പൊന്ന് കാണാനായിട്ട് പോവാണ്. ചേട്ടൻ കഴിഞ്ഞ ദിവസം ആണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ കാട്ടാനശല്യം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നൊന്ന് നോക്കാം കേട്ടോ. എത്ര മണിയാകുമ്പോഴേ ഇത് ഇറങ്ങാൻ തുടങ്ങുന്നത്? ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും രാത്രി. അത് നേരത്തെയും വരാം, ആണല്ലേ? വൈകി കുറെ താമസിച്ചും വരാം. ഇതിൻ്റെ അപ്പുറത്തുള്ള വാഴകൾ മുഴുവനും പിന്നെ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് 7 ദിവസം തുടർച്ചയായിട്ട് വന്നു. അങ്ങനെ അതൊക്കെ കളഞ്ഞത് കെട്ടിക്കളഞ്ഞ അടുത്ത ദിവസങ്ങൾ ഇറങ്ങിയത്. ഇതാ ഇന്നലെ ചവിട്ടിപ്പോയ പാടുകളല്ലേ ഇതിങ്ങനെ ഇറങ്ങി. ഈ വാഴക്കൂട്ടം കളഞ്ഞാനാ അതത് കാണുന്നത്? അതെ. നമുക്ക് പോകാം. ഇതിന്ന് ഇവിടെ എടുത്തിട്ട് പോകാം. ഇതാണ് ഇറങ്ങി ചവിട്ടിപ്പോയ പാടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. കവുങ്ങ് മറിച്ചിട്ടേക്കുന്നു. കവുങ്ങല്ലേ? ഇതാ പൊട്ടിച്ചിട്ട് ഒന്നാന്തരം കവുങ്ങ് മറിച്ചിട്ടേക്ക്. ഈ കവുങ്ങ് കളഞ്ഞാലേ? അത് കളഞ്ഞ അത് കഴിഞ്ഞ ആഴ്ച വന്നു. ആണല്ലേ?
ഇങ്ങോട്ട് നോക്കിയാലും ഉണ്ട് കേട്ടോ. ഇതൊന്നും അധികം ആയില്ലല്ലോ. ഇല്ലല്ലേ, ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ രാത്രി വന്ന്. നല്ല കറക്റ്റ് കാൽപ്പാടില്ല. ഉണ്ടോ കവുങ്ങ് പൊട്ടിച്ച് തിന്നുമല്ല ചോറ്. അത് തിന്നാനൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല, അത് വെറുതെ നശിപ്പിക്കാനായിട്ട് നടക്കുന്നതായിരിക്കണം. തന്നിട്ടുണ്ടല്ലോ. ഇതിൽ തന്നെ ഇറങ്ങി പോയാൽ തോന്നുന്നു. ഇതിലേക്ക് കയറി വന്നത് ഇങ്ങോട്ട് ഇങ്ങനെ കിടന്നു. ചവിട്ടിപ്പോയ കാൽപ്പാട് കാണാം കേട്ടോ. ഇതൊക്കെ കളഞ്ഞായിരിക്കും അല്ലേ? ഇതൊക്കെ ഇതാ ഇഞ്ചി നട്ടത്, ഇഞ്ചിയൊക്കെ കളഞ്ഞു. ഇതൊക്കെ കളഞ്ഞാലേ? ഇതൊക്കെ മഴ കളഞ്ഞിട്ട് കേട്ടോ. പറമ്പിൽ കയറിയാൽ നടന്ന് മൊത്തം തീർക്കൂല. തെങ്ങ് പിടിച്ചല്ലേ? ഇനി തെങ്ങ് ശരിയാവോ? അത് നന്നാവില്ല അല്ലേ? നമുക്ക് കാഴ്ചക്കത് അങ്ങനത്തെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ നന്നാകുമെന്ന് വിചാരിച്ചു, പക്ഷെ നന്നായില്ല. അതിന് ചൂടൊക്കെ ഒലഞ്ഞു പോകുന്നുണ്ടാവും, അടിച്ചു പറിക്കുമ്പോഴേ ഞെട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. ഇവിടെയൊക്കെ കാൽപ്പാടുകൾ കാണാം കേട്ടോ. വലിയ ആനയല്ലേ ഇത്? വലിയ ആന. ചവിട്ട് കാൽപ്പാട് കാണുമ്പോൾ വലിയ ആന തന്നെയാണ്. വലുപ്പമുള്ള അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ആന ഇങ്ങനെയും വരും. അല്ല, ഇങ്ങനെയും വരും. അത് ഫോറസ്റ്റ് അല്ലേ? അത് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ്. തിക്ക് മരം കാണുന്നൊക്കെ ഫോറസ്റ്റ്. അതെ. അവിടെ നിന്ന് ആന ഇങ്ങോട്ട് വരുന്നത്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ താഴേക്കൊക്കെ ആൾക്കാർ താമസമുണ്ടോ? ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ? ഇവിടെ കളഞ്ഞേക്കുന്നു. തെങ്ങ് പിടിച്ചു. ഒന്നൊന്നര തെങ്ങ് കേട്ടോ. ഇതൊരു 5-6 മാസം മുമ്പ് വന്നതാ. തെങ്ങ് കളഞ്ഞല്ലേ? അത് വേറെ കുറേ എണ്ണം അങ്ങനെ പോകുന്നു. പഴയ തെങ്ങാന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇന്നലത്തെ മിനിങ്ങാത്ത കണ്ടല്ലേ? ഇത് മിനിങ്ങാത്തെ. ഇവിടുന്ന് താഴേക്കല്ല പോയെന്ന് അല്ലേ? അല്ലല്ല, ഇതിലെയാ. തെങ്ങ് അല്ലേ? തെങ്ങ്, വാഴ ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നശിപ്പിച്ചു കളഞ്ഞല്ലേ തെങ്ങ്? മൊത്തം പോയില്ലേ? എല്ലാം പോയി. ഇതിനൊന്നും കിട്ടൂല്ലോ. അത് പോയില്ലേ? ഒന്നുമില്ലാണ്ട് മൊത്തം കളഞ്ഞു കേട്ടോ. ചേട്ടൻ്റെ വീട് അവിടെയാണേ. ഇത്രയും
അടുത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് കേട്ടോ. ചേതറിച്ച് ഒരു പരിസരം മൊത്തമാക്കി. തെങ്ങിൻ്റെ ഓല കംപ്ലീറ്റ് നോക്കി. എങ്ങനെ ഇവിടെ കൃഷി ശരിയാവും നോക്കി. അവിടെ ഒരു തെങ്ങ്, ഇവിടെ അടുത്ത തെങ്ങ്. പിന്നെ ഇത് തീറ്റപ്പുല്ല് കുറച്ചൊക്കെ തിന്നു. അതാ വന്ന ഇത് കണ്ടോ കടല്ലേ അതേപടി ഇങ്ങനെ വന്നു നട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും അത് ഞാറല്ലേ കണ്ടത്തിൽ കൂടെ തന്നെ വന്നേ. കണ്ടത്തിൽ ഇതാ അതാ കണ്ടത്തിൽ കൂടെ തന്നെ വന്നതാ. കണ്ടത്തിൽ ചവിട്ടി നടന്നു പോയതിൻ്റെ പാട് കണ്ടോ. കറക്റ്റ് അങ്ങനെ അല്ലേ. നട്ട് കഴിഞ്ഞ അവിടെ ഇറങ്ങിയില്ലേ. അപ്പം അപ്പുറം ഫെൻസിങ് ഒന്നുമില്ല. ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് ഒന്നും ആനയ്ക്കൊരു പ്രശ്നമേ അല്ല. അതേ ഒരു ചെറിയ ഷോക്കല്ലേ ഉള്ളൂ. ആനയ്ക്ക് അത് ഒരു വിഷയമൊന്നുമല്ല. ആന കടന്നു പോകും, കൂടി കടന്നു വരും. ഫെൻസിങ് വർക്കിംഗ് ആണല്ലേ. ഫെൻസിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തൂക്കുമില്ല. അല്ലല്ല, സാധാ ഈ കമ്പി കിട്ടിയത്. നമ്മൾ സ്വന്തം ഫെൻസിങ് ഉണ്ട്. പിന്നെ ഓരോരുത്തരും സ്വന്തം കൃഷി സ്ഥലത്തേക്ക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റുകാരുടെ ഒരു ലൈന് കാട്ടിക്കൂടി പോകുന്നുണ്ട്. അതൊന്നും ഈ ആനയ്ക്കൊരു വിഷയമല്ല. ഈ ആന എന്നല്ല, ഏത് ആനയ്ക്കൊരു വിഷയമല്ല. അത് ഒരേ ആന തന്നെയാണോ സീറ്റ് പറക്കുന്നത്? ഒരേ ആനയല്ല, വേറെ ആനയുണ്ട്. വേറെ ആനയുണ്ട്. ഇവരിങ്ങനെ രാത്രി ഇറങ്ങിയത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ ഓടിക്കാനൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടാൻ. വീട്ടിൽ ചേട്ടൻ തന്നെയുള്ളോ? അല്ലല്ല, ഭാര്യയും മക്കളും. രാത്രി അറിയൂലേ സംഭവം? ആന വന്നാൽ അറിയാം. നമ്മൾ പറ്റ ഉറങ്ങിപ്പോയാൽ ചില സമയത്ത് അറിയില്ല. സാധാരണഗതിയിൽ ഈ ഒരു അനുഭവമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പകുതി ഉറക്കത്തിലായിരിക്കും ഒട്ടുമുക്കാൽ ദിവസം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അറിയാം ഈ ആന വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ വരുമ്പോൾ. പിന്നെ ചില ദിവസങ്ങളിൽ കുറച്ച് ദിവസം വരാതിരിക്കുമ്പോൾ ചിലപ്പോൾ മതി മറന്ന് ഉറങ്ങുന്ന ദിവസമൊക്കെ ചിലപ്പോൾ അറിഞ്ഞില്ല എന്നും വരും. അന്ന് കറക്റ്റ് വരും. ഇപ്പോൾ ഇതിന് നമ്മൾ ഇതിപ്പോൾ പോർച്ചുകാരോടോ പിന്നെ ഭരണ നേതാക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്താൽ എന്തോന്ന്, ഒരു തെങ്ങിന് 700 രൂപ കിട്ടും. ഒരു തെങ്ങിന് ഒരു ശരാശരി ഒരു 200 നാളികേരം ഒരു തെങ്ങിന് സാധാരണഗതിയിൽ കേരളത്തിലുണ്ടാവും. അങ്ങനെ 200 നാളികേരം കിട്ടുകയാണെങ്കിൽ ഒരു 30 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര രൂപയുണ്ട്? ഒരു 50 വർഷം കായ്ക്കുന്ന ഒരു തെങ്ങിന് 3 ലക്ഷം രൂപ കിട്ടും എൻ്റെ കണക്ക് പ്രകാരം. 3 ലക്ഷം ഒന്നല്ല, അതിൻ്റെ അപ്പുറത്ത് എത്രയോ കിട്ടും. പക്ഷെ 3 ലക്ഷം രൂപയെങ്കിലും ഒരു തെങ്ങ് ഒരു കൃഷിക്കാരൻ്റെ തെങ്ങ് പോകുമ്പോൾ അയാൾക്ക് നഷ്ടം വരും. ഒരു 50 കൊല്ലത്തെ കായ്ഫലം വിചാരിച്ചാൽ. അപ്പോൾ സർക്കാർ പൊന്നും വിലയ്ക്ക് എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് കൃഷിക്കാരെ ആൾക്കാരെ അടുത്ത് റോഡിനും ഇതിനൊക്കെ എടുക്കുന്ന മാതിരി ഈ ഭൂമി ഏറ്റെടുത്തിട്ട് സർക്കാരിന് ഇങ്ങനെ മൃഗം വളർത്തണമെന്ന് മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തിട്ട് ഈ പകരം സ്ഥലം കൊടുത്ത് ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ ശരിക്കും വേലി കെട്ടുക. ഈ വേലി കെട്ടാത്തവൻ പിന്നെ ഈ മൃഗങ്ങളെ പോറ്റാൻ നിൽക്കാവോ? എന്തൊരു അനീതിയാണ് കാണിക്കുന്നത് ജനങ്ങളോട്. ഒരു തരത്തിലും മൃഗത്തിനെ ഒന്നും പറ്റരുതെന്നുള്ള രീതിയിലാണ് സർക്കാർ പോളിസികളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം മനുഷ്യൻ ജീവിക്കണ്ടേ. പിന്നെ ഒരു കണക്കിന് കാടിൻ്റെ അരികിൽ ജീവിക്കുന്നവർ നികൃഷ്ട ജീവികളും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ദില്ലിയിലോ എറണാകുളത്തൊക്കെ താമസിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരെന്നോ ഈ പിന്നെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നോ ഒക്കെ കണക്കാക്കിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ ചിന്താഗതി മറ്റേ നമ്മളൊന്നും അവരുടെ സഹോദരങ്ങളാണെന്നുള്ളൊരു ചിന്ത അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ കാലമായി എത്ര ജനങ്ങൾ ഇത് കഷ്ടപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പറയൽ നിർത്തി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ആൾക്കാർ. അപേക്ഷ വെച്ചാൽ നക്കാപ്പിച്ച പൈസ കൊടുക്കും. ഒരു തെങ്ങിന് 700 രൂപ കൊടുത്താൽ എന്തെന്ന് കിട്ടാൻ? അങ്ങനെ എല്ലാ കൃഷിൻ്റെയും കണക്കൊക്കെ അങ്ങനെ തന്നെയാണ്. കൃഷിയൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ആകെ ഇപ്പോൾ ഈ കാപ്പി മാത്രമല്ലേ ഉള്ളൂ? കാപ്പി മാത്രമേ ഉള്ളൂ. കാപ്പി തന്നെ ഈ കുരങ്ങ് മാനും ഒക്കെ വന്നിട്ട് തിന്നും, പറിച്ചുകൊണ്ട് തിന്നും കാപ്പി. ആന എങ്ങനെയാ വെച്ചാൽ കാപ്പി തിന്നുമൊന്നുമില്ല. പക്ഷെ ആന പോകുന്ന വഴിക്ക് പിന്നെ കാപ്പി ചെടി ഉണ്ടാവും. കാപ്പി ചെടി ഉണ്ടാവില്ല. പോകുന്ന വഴിക്ക് പൊളിഞ്ഞങ്ങ് പോവും. അങ്ങനെ ഇതൊക്കെ അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒന്നും അവർക്ക് ഈ ചിന്തയില്ല. നമ്മുടെ സഹോദരങ്ങളാണ് ഈ കഷ്ടപ്പെടുന്നതെന്നുള്ള ധാരണ അവർക്കില്ല. വലിയ IAS എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാമെന്നല്ലാതെ കണ്ട് ഈ ഒരു ഭരണം ചെയ്യുമ്പോൾ എല്ലാ പ്രജകളും ഒരു പ്രജയ്ക്ക് പോലും ബുദ്ധിമുട്ട് വരാതെ ഭരണം നിർവഹിക്കാനുള്ള കഴിവുള്ളവൻ മാത്രമാണ് ഭരണാധികാരി. അല്ലാണ്ട് ഈ ഒരു വിഭാഗക്കാരെ മാത്രം നോക്കുന്നവനൊന്നും ഒരു ഭരണാധികാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കാർക്കും തോന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാട് ജനങ്ങളുടെ. എങ്ങനെ ജീവിച്ചു പോകുമോ എന്ത് ഇല്ലാണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആൾക്കാർ ഇങ്ങനെ
ഇങ്ങനെ കൃഷിയില്ല ഒന്നുമില്ലാതെ വരുമ്പോൾ ഇവർക്ക് വരുമാനമില്ലല്ലോ. അപ്പോൾ തന്നെ ഇല്ലാണ്ടാവും. ഇട്ടെറിഞ്ഞ് പോകുന്നില്ല. ഇട്ടെറിഞ്ഞ് പോകാൻ അവസാനം ജീവൻ ഉള്ളവൻ പോവും, അല്ലാത്തവൻ ഇല്ലാണ്ടാവും. അപ്പോൾ പരമാവധി ഭൂമി പിന്നെ കാട് പിടിച്ച് കാട് കാവും, കാടിൻ്റെ വിസ്തീർണം കൂടും. കാടിൻ്റെ വിസ്തീർണം കൂടുമ്പോൾ പിന്നെ കാടിൻ്റെ വിസ്തൃതി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കാം, സന്നദ്ധ സംഘടനകളൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ വിദേശത്തു നിന്ന് കുറച്ച് കാർബൺ ഫണ്ട് വാങ്ങി തിന്നാം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്നുള്ളത് ജനങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അവർ വിചാരിക്കുന്നത് ഇതൊന്നും ജനങ്ങളാരും ഇത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത ബുദ്ധിയില്ലാത്തവരാണെന്നാണ് അവരുടെ ധാരണ. പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് എതിർക്കാൻ മാർഗ്ഗമില്ലല്ലോ. ആരോട് പറയാൻ? ഒരുത്തനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും നിങ്ങൾക്ക് സപ്പോർട്ടില്ലല്ലോ? ഇല്ല, ആരുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിന് ജനങ്ങൾക്കെതിരായിട്ട് പറയും. അവർ വെറുതെ പറയുമ്പോൾ അപ്പുറം ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവർ വന്നു കഴിയുമ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ മൃഗത്തിനെ ഒരു കടുവനെ പിടിക്കുമ്പോഴൊക്കെ ഇപ്പം ഈ പലപ്പോഴും നടന്നിട്ടുണ്ട്. കടുവ വലിയ ശല്യമാണ്, പിടിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്നു, പിടിക്കുന്നു, തിന്നുന്നു എന്ന് പറയുമ്പോൾ പിടിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം കൂട് വെക്കാൻ പറയും. കൂട് വെച്ചിട്ട് കൂടുന്നില്ലേ ആദ്യം ക്യാമറ വെക്കണം. ആദ്യം ക്യാമറ വെച്ച് ക്യാമറയിൽ ഈ പുലി തന്നെയാണോ അല്ലെങ്കിൽ ഈ കടുവ തന്നെയാണോ ഈ ആളെ ഉപദ്രവിച്ചത് അല്ലെ പിടിച്ചതെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇവരെന്ത് ക്യാമറ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ? ക്യാമറ വെച്ചാൽ അതിൽ വരുന്ന കടുവയുടെ ചിത്രം കിട്ടുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ആ കടുവ തന്നെയാണ് പിടിച്ചപ്പോൾ ഉള്ള കടുവേൻ്റെ ചിത്രം കിട്ടിയാലല്ലേ ഈ രണ്ടാമത് ക്യാമറ വെക്കുമ്പോൾ ആ ചിത്രം കിട്ടുള്ളൂ. വെറുതെ എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ക്യാമറ വെക്കണം. ക്യാമറ വെച്ച് ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്, ഇനി കൂട് വെക്കാൻ. കൂട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കൂട് വെക്കാനല്ല, ഇത് എങ്ങനെയെങ്കിലും തുരത്താൻ നോക്കണമെന്നാണ്. എവിടെന്നെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം. അതിന് നടന്നില്ലെങ്കിൽ കൂട് വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മയക്ക് വെടിവെക്കുക, എന്നിട്ട് പിടിക്കുക. ഇങ്ങനെ വന്ന് അപ്പോൾ അങ്ങനെ മയക്ക് അതിന് രക്ഷയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഈ അവസാനത്തെ ഉത്തരവാണ് ഈ നേതാക്കന്മാരൊക്കെ എടുത്ത് കാണിക്കുക. കൊല്ലാനുള്ള ഉത്തരവ് കിട്ടി എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി, സമാധാനമായി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ അവസാനത്തെ ഉത്തരവാണ് കാണിക്കുന്നത്, ഈ കൊല്ലുന്നത്. അവിടെ കൊല്ലാനുള്ള ഉത്തരവാണെന്നാണ് പറയുക. വെറുതെ കബളിപ്പിക്കുന്നതാണ്. എന്താ ജനങ്ങൾക്കിത് അറിയാം, പക്ഷെ നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ അനുഭവിക്കാന്നല്ലാതെ വല്ലാത്തൊരവസ്ഥ കൂടെ വല്ലാത്തൊരവസ്ഥ കൂടിയാണ് നടക്കുന്നത്. ഇങ്ങനെ വിളിച്ചാൽ ഫോറസ്റ്റുകാർ വരുമോ ഇങ്ങനെ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ? ആദ്യമൊക്കെ ഞാൻ വിളിക്കലുണ്ടായിരുന്നു, അവർ വരുമായിരുന്നു. ഇപ്പോഴും വിളിച്ചാലൊക്കെ വരും, പക്ഷെ അവർ വന്നിട്ട് കാര്യമില്ല. അവർ വന്നിട്ട് കുറച്ച് അകലെ നിന്നിട്ട് ഒരു പടക്കം പൊട്ടിക്കുക എന്നല്ലാണ്ട് ആനയ്ക്ക് ഒരു 6 നമ്പർ ചില്ലിൻ്റെ ചെറിയ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലത്തെ വേദന ഉണ്ടാക്കുന്ന ഒരു ഇതുപോലും ചെയ്യില്ല അവർ. കാരണം അവർക്ക് ആനയ്ക്ക് വിഷമം ഉണ്ടാകരുതെന്നുള്ള രീതിയിലാണ് അവരുടെ നിയമങ്ങളും. അവരെ നമ്മളെ രാഷ്ട്രീയക്കാരുണ്ടാക്കിയ നിയമങ്ങളൊക്കെ അവർ പാലിക്കണമല്ലോ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ ആന പടക്കം പൊട്ടിക്കുക ഓടിക്കുക. അവരങ്ങ് മാറിക്കഴിയുമ്പോൾ രണ്ടാമത് ആന വരും. ഇനി പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടും കൂടി വന്നു. ഈ പടക്കം പൊട്ടി ദേഷ്യം വന്നിട്ട് ചിലത് തിരിച്ചു വരും. പടക്കം പൊട്ടിക്കാതെ തിന്നിട്ട് പോകുകയാണെങ്കിൽ പിന്നെ മനുഷ്യനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഇതും കൂടി ശീലിച്ച് വരുമ്പോൾ ഇവന്മാർ വന്നാൽ പടക്കം പൊട്ടിക്കും. ആളെ കാണുമ്പോൾ ആ പടക്കം പൊട്ടിക്കുന്നത് എന്ന് വെച്ചിട്ട് ആളെ ആക്രമിക്കാൻ വരാനുള്ള ശീലം പഠിക്കും ചില ആനകളെങ്കിലും പഠിക്കും. അപ്പം നമ്മൾ പിന്നെ അതൊന്നും ഇല്ല, വിളിക്കലില്ല. അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളാണ് അവരെന്ന് എനിക്ക് ഒരു വിചാരമുണ്ട്. അവർക്ക് ആ വിചാരം ഇല്ലെങ്കിലും അവരെ രാത്രി വന്ന് വിളിച്ചു വല്ല അങ്ങനെയൊക്കെ പല സ്ഥലത്തും പറ്റിയിട്ടുണ്ടല്ലോ. വാച്ചർമാരെയൊക്കെ കൊന്നിട്ടുണ്ടല്ലോ ആന പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ പോകുമ്പോൾ. എന്തിനാ അവരെ ജീവിതം ഇല്ലാണ്ടാക്കണം? ഇതേതായാലും നശിപ്പിച്ച് കളഞ്ഞിട്ടേ അല്ലേ വിടുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രയോജനമൊന്നുമില്ലല്ലോ. നഷ്ടപരിഹാരം പിന്നെ സർക്കാർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരമല്ലേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് കാരണം അത് ചെറിയൊരു പൈസ കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഈ അടുത്ത ഒന്നും എനിക്ക് കിട്ടിയില്ല. കുറച്ച് മുമ്പ് ഒരു പ്രാവശ്യം ആന വന്നപ്പോൾ, ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യമൊക്കെ ആന വന്നപ്പോൾ എഴുതി കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് എത്ര രൂപ നഷ്ടം വന്നപ്പോൾ എത്ര രൂപ? അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ നഷ്ടം ഞാൻ കണക്ക് കൂട്ടിയതെന്നല്ല, അതിൻ്റെ അപ്പുറത്ത് കണ്ടു. അതിനാണ് 700 രൂപ കിട്ടുന്നത്. അപ്പോൾ എന്തൊരു ചെറിയൊരു പൈസ കിട്ടും. അതിൽ നമുക്കൊന്നുമില്ല. വാഴയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു 400 രൂപ 300 രൂപയൊക്കെ ഒരു വാഴക്കൊലയ്ക്ക് പറയുമ്പോൾ അവർ 10-200 രൂപ കിട്ടും. ഏത്ത വാഴ കൊലച്ച വാഴയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ആയാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറയും കായ്ക്കുന്നതിന് ഒരു റേറ്റ്. ഇതൊക്കെ സർക്കാർ ഉണ്ടാക്കുന്ന റേറ്റുകളാണ്. അതിപ്പോൾ അവരുടെ ഫോറസ്റ്റുകാരുണ്ടാക്കുന്ന റേറ്റ് ഒന്നുമല്ല. പക്ഷേ ഇത് എഴുതി കൊടുക്കുന്നതൊക്കെ ഫോറസ്റ്റുകാരാണ്.
ഈ എത്ര രൂപ നഷ്ടം കൊടുക്കാന്ന് ഇപ്പം പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ വല്ലതും അറിയോ, അല്ലെങ്കിൽ ഒരു കൃഷി വകുപ്പ് മന്ത്രിക്ക് അറിയോ? കൃഷി വകുപ്പിൻ്റെ ആൾക്കാർ പിന്നെ പറയുന്ന ഒരു നഷ്ടപരിഹാരം കൃഷിക്ക് ഇന്ന് ഇത്ര ചിലവുണ്ടാവും, അതിന് ഇത്ര രൂപ വരുന്നു കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാൻ സാധിക്കും. പിന്നെ നിയമങ്ങളെ കാട്ടിലെ വന്യജീവികളുടെ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ ഇന്ന നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അത് രാഷ്ട്രീയക്കാർക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. സാധാരണ നമ്മൾ 10 ആൾ കൂടിയിട്ട് വോട്ട് ചെയ്തു ഒരാളെ ജയിപ്പിക്കുന്നു, അത്ര തന്നെയുള്ളൂ. അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, ആവും, അയാളൊരു മന്ത്രിയാവാം, അതിൻ്റെ അപ്പുറം ആവാം. പക്ഷെ അയാൾക്ക് ഈ കാര്യങ്ങളിലൊന്നും പ്രാഗൽഭ്യം ഉണ്ടാവില്ല. ഒരു കൃഷിക്കാരൻ്റെ വൈഭവമൊന്നും ഒരു രാഷ്ട്രീയക്കാരനുണ്ടാവില്ല. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് അവർക്ക് ആവുമോ? പക്ഷെ നമ്മുടെ സംവിധാനം അങ്ങനെ ആയിപ്പോയി. കൂടുതൽ കർഷകരെ സംരക്ഷിക്കാനുള്ള വലിയ പട്ടാളക്കാർക്കാണെങ്കിൽ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുകയും വേണം. കാരണം അവർ രാജ്യത്തെ രക്ഷിക്കുന്നവരാണ്, അതിർത്തിയൊക്കെ കാക്കുന്നവരാണ്, രാപ്പകൽ ഉറവിന് ജീവൻ പണയം വെച്ചിട്ടുള്ള ജീവിതമാണ്, അതൊക്കെ അവർക്ക് കൊടുക്കണം. അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. അവരെയും കൂടി തീറ്റിപ്പോറ്റുന്ന ഈ കർഷകനാണ്. അപ്പോൾ ഈ കർഷകനോട് ഒരു മമതയും കാണിക്കാതെ ഇരിക്കുന്നത് വിവരമില്ലായ്മ എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു തണ്ടും ഇതൊന്നും പറഞ്ഞിട്ട് അവർ നടക്കാമെന്നല്ലാതെ ഒരു കാര്യമല്ല. ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ് ഇത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നതല്ല, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അത് കൊടുത്തിട്ട് ഇവരായി കൊടുത്തിട്ട് ജനപ്രതിനിധികൾ കൊടുത്ത് ഈ ജനപ്രതിനിധികൾ ഇതൊക്കെ കേട്ട് നോക്കുമ്പോൾ അവർ അതിന് നല്ല വശങ്ങളൊക്കെ മാത്രമേ അവർക്ക് മനസ്സിലാവൂ, ദോഷവശങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പാസ്സാക്കാം, നിയമം പാസ്സാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ പിണറായി വിജയൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് വനത്തിലേക്ക് പോകുന്ന തോടുകളും ഇതുമൊക്കെ ഫോറസ്റ്റിൻ്റെ അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് അത് പ്രശ്നമായപ്പോൾ എല്ലാവരും വലിയ പ്രശ്നമാക്കി. ജനങ്ങൾ കുറേ പേരെങ്കിലുമൊക്കെ ഇപ്പോൾ വിവരമുള്ളവരായതുകൊണ്ട് അവർക്ക് കുറേ ഇറങ്ങിത്തിരിക്കാൻ പ്രാപ്തിയുള്ളവരുള്ളത് കൊണ്ട് അവർ ഇറങ്ങിത്തിരിച്ച് പറഞ്ഞപ്പോൾ നിയമം പിൻവലിച്ചതൊക്കെ നമ്മളെ സംഭവം ഈ അടുത്ത കാലത്ത് നടന്നതല്ലേ. അപ്പോൾ അവർക്ക് അറിവില്ല എന്നുള്ളത് തീർച്ചയാണ് ഈ രാഷ്ട്രീയക്കാർക്ക്. അതിന് ഉദ്യോഗസ്ഥന്മാർ നല്ല വശം പറഞ്ഞു കൊടുക്കും. ഇത് എന്നാ പോലെ ഒരു നിയമം ഉണ്ടാക്കിയാൽ നല്ലതാണ്, അത് കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു, അവരും പാസ്സാക്കും. ജനങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാസ്സാക്കുക. പക്ഷേ ഇതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്കില്ല, ഇവർക്ക് വൈഭവമില്ല. പിന്നെ ഈ നിൽക്കുന്ന ജനങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളാണെന്നുള്ളൊരു ഏറ്റവും ഒരു ധർമ്മബോധം ഇല്ലാത്തതാണ് ഇതിനെല്ലാം അങ്ങനെ. ഉദ്യോഗസ്ഥന്മാർക്കായാലും കൃഷിക്കാർക്കായാലും ഈ കാണുന്ന എൻ്റെ ഒരു സഹോദരനാണ്, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ ഈ വിഷയമേ ഉണ്ടാവില്ല. ഒരു ഇത് വരുന്നില്ല അവർക്ക്. നമ്മളെ സംബന്ധിച്ച് ഒരു മൃഗത്തിനോടും ദോഷമുണ്ടെന്നോ ഒരു മൃഗത്തിന് വെറുതെ ഒന്ന് കളയണമെന്നോ അഭിപ്രായം ഒന്നും ഉള്ളവരൊന്നല്ല കൃഷിക്കാർക്ക്. മൃഗം കൃഷിയിടങ്ങളിൽ വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നത് മാത്രമാണ് ജനങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ മറ്റുള്ള രീതിയിൽ ഇവർ വിചാരിക്കുന്ന മാതിരി മൃഗത്തിൻ്റെ എണ്ണം കുറയ്ക്കലും പിടിക്കലും ഒന്നും കൃഷിക്കാരൻ്റെ ഇതിൽ വരുന്ന ചിന്തയേ അല്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഓരോരോ കാര്യങ്ങളൊക്കെ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എത്ര നാളും കൂടെ കൃഷി ഉണ്ടാവും? ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ഈ കഴിഞ്ഞ ആണ്ടോടുകൂടി കൃഷി നിർത്തി. ഇപ്പം ഞാനും ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു 3-4 വീട്ടുകാരും കൂടി ഇപ്പോൾ നെൽകൃഷിയുള്ളൂ. മറ്റുള്ളവരൊക്കെ പഴയ ഉള്ള കാപ്പി മണി പഠിച്ചിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാന്നല്ലാതെ കണ്ട് പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല, ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പോകുന്ന വഴിക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പറമ്പുകളൊക്കെ വെറുതെ ഇങ്ങനെ ഒരു കാടും പിടിച്ച ഒരു ഇതും ഇല്ലാതെ കൃഷിപ്പണി ഇല്ലാത്ത രീതിയിൽ തന്നെ കാണാമല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെ, ആരും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല. അതുകൊണ്ട് അതിങ്ങനെ നിൽക്കുന്നല്ലേ. അത് പുഴുകുത്തി പോകുന്നേ ഈ മഴക്കാലമായതുകൊണ്ട് അല്ലേ, തിന്നാൻ പറ്റില്ല. മുസമ്പിയാണ് കേട്ടോ, ഇവിടെ വന്നപ്പോൾ പറമ്പിൽ കണ്ട മുസമ്പി ആനയ്ക്ക് വേണ്ടാത്തതുകൊണ്ട് അത് മാത്രം ഇപ്പോൾ പറമ്പിൽ വാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ചെതലയം താത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത്. കേശവൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, വളരെ സങ്കടം തോന്നുന്നു കേട്ടോ. ഒരു കർഷകൻ്റെ അവരുടെ ദുഃഖത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിന്നിട്ടാണ് അവർ സംസാരിച്ചത്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ ഒരു തെങ്ങ് കാണാം. തെങ്ങനെ പോയാലും ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു തെങ്ങാണ്. തെങ്ങിൻ്റെ ഒരു കോല നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെയാണ് ഈ പറമ്പിൽ ഇപ്പോൾ നമ്മൾ എത്ര തെങ്ങ് കണ്ടു, എത്ര വാഴ കണ്ടു, ഇതുപോലെ കവുങ്ങുകൾ കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല പറമ്പിലിപ്പോൾ ഒന്നും കാണാനില്ല, പറമ്പൊക്കെ നല്ല കാലിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാപ്പിയിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. നെല്ല് പോലും ആളുകൾ ചെയ്യുന്നില്ല. നെൽവയലിക്കൂടെ ആന നടന്നു വന്ന കാഴ്ചകളും ആ കുഴിയൊക്കെ നിങ്ങൾ കണ്ടു. അതായത് ഞാറ് നട്ടിട്ടേ ഉള്ളൂ, ആ സമയമായപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഇങ്ങനെ വന്യമൃഗങ്ങളോട് മല്ലടിച്ച് തന്നെയാണ് കർഷകരെല്ലാം ജീവിക്കുന്നത്, പ്രത്യേകിച്ച് വനാതിർത്തിയിൽ നിൽക്കുന്ന കർഷകരെല്ലാം ജീവിക്കുന്നത്.
ഇവർക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ആരുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കറക്റ്റാണ്. ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഇവരുടെ മാത്രം ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾക്കോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്കോ അവർക്കൊക്കെ ഒരു മൃഗസ്നേഹമോ അല്ലെങ്കിൽ മൃഗസംരക്ഷണമോ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ എന്താണ് ഇവിടുത്തെ ശരിക്കത്തെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഇവിടെ വന്ന് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും ഭീകരമാണ് ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മളെല്ലാ പ്രാവശ്യവും ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് പറയുമെങ്കിൽ പോലും ആ ഒരു മനുഷ്യൻ്റെ പറച്ചിട്ട് കേട്ടപ്പോൾ നമുക്ക് അറിയാം അവർ കാലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മാറി മാറി വരുന്ന ആളുകളൊക്കെ ഇതിന് ഒരു പരിഹാരം കാണാനായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ കാലങ്ങളിൽ കൂടെ ഉള്ള ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് നമുക്ക് ഈ പറമ്പൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. ഒരു കാലത്ത് അവരുടെ അന്നമായിരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗ്ഗമായിരുന്ന ഈ ഒരു പറമ്പ് ഇതുപോലെ വന്യമൃഗങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളതും എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.